നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സന്ദേശങ്ങളും വിശേഷങ്ങളുമായി നന്മയും നർമ്മവും നിറഞ്ഞ ഒരു ന്യൂ എപ്പിസോഡ്. വെൽക്കം ടു ജീസസ് കിഡ്സ്. നമ്മൾ എപ്പോഴും നന്മ ചെയ്താൽ നമ്മുടെ ലോകം എന്നും നല്ലതായിരിക്കും. നമ്മൾ എപ്പോഴും തരികിടയാണെങ്കിലോ മറ്റുള്ളവരുടെ കാര്യം പോലും കട്ടപ്പോകുകയായിരിക്കും. പക്ഷെ ബിലിൻ, എല്ലാവരിലുമുണ്ട് നന്മയും തിന്മയും. അതേറെയും കുറഞ്ഞും ഇരിക്കുമെന്ന് മാത്രം. അതെനിക്ക് ബ്ലസ് ചേച്ചിയെ കണ്ടപ്പോഴേ മനസ്സിലായി. പോ ബിലിൻ, നല്ല കാഴ്ചയും വായനയും നമ്മിലെ നന്മ വളർത്തും. എന്നാൽ പിന്നെ നമുക്ക് കാട്ടിലെ കഥകൾ കാണാൻ പോയാലോ? വളരെ നല്ലത്. ഓരോ കഥകളും ഓരോ സച്ചിന്തകൾ നൽകും. കാണാം കാട്ടിലെ കൂട്ടുകാർ. ഇന്നലെ തന്ന ഹോംവർക്ക് ചെയ്തോ? ഓ, ഞാൻ മറന്നു പോട്ടു. അല്ല, അപ്പൊ ടീച്ചർ വഴക്ക് പറയില്ലേ കപിലേ? പിന്നെ ക്ലാസ്സിലെത്തിയാൽ ഞാൻ ആരുടെയെങ്കിലും നോക്കി കോപ്പി അടിക്കും. അത് ശരിയാണോ കപിലേ? ഓ, ശരിയും തെറ്റും ആര് നോക്കുന്നു? എനിക്ക് ഹോംവർക്ക് ചെയ്യണം, അത്ര തന്നെ. നമ്മള് നന്നാവാൻ വേണ്ടിയല്ലേ കപിലേ അധ്യാപകർ അങ്ങനെ ഓരോ പഠന രീതി ചെയ്യുന്നത്? എനിക്ക് അതിനൊന്നും നേരമില്ലെന്നേ. കളിക്കാനും ടി വി കാണാനും പിന്നെ അല്പം ഉറങ്ങാനും തന്നെ സമയം കിട്ടുന്നില്ല. അപ്പോഴാ ഒരു ഹോംവർക്ക്. എന്തൊക്കെയായി കപില് പറയുന്നേ? മോട്ടുവിന് മനസ്സിലായില്ലേ? ബുദ്ധി വേണം. കഷ്ടപ്പെടാതെ ഹോംവർക്ക് ചെയ്യാൻ ഇതല്ലാതെ എന്താ വഴി? അതിന് കോപ്പിയടി നല്ലതല്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതാ പ്രശ്നം. ഉപദേശം, നന്നാക്കൽ. അതുകൊണ്ടാ ഞാൻ ഒറ്റയ്ക്ക് സ്കൂളിൽ പോകുന്നത്. മനസ്സിലായോ? കപിലേ, ദേഷ്യപ്പെടണ്ട. വാ, സ്കൂളിലെത്താൻ സമയം വൈകും. ഓ, അല്പം നേരം വൈകിയാൽ എന്താ കുഴപ്പം? അല്ല, കപിലിന് കോപ്പി അടിക്കണ്ടേ? കപില് ചൂടാകാതെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. തമാശ? ഇവിടെ കയ്യിലാണെങ്കിൽ അണാ പൈസയില്ല. പൈസയോ? അതെ, പണം. എന്തെങ്കിലും വായിക്ക് രുചിയായി കഴിക്കാൻ. അപ്പോ കപില് വീട്ടിൽ നിന്നൊന്നും കഴിക്കാറില്ലേ? ഓ, വീട്ടിലെ ഭക്ഷണം കഴിച്ച് മടിച്ചു. ഇവരിത് എന്തു പറ്റി? എന്ത് പറ്റാൻ? പണമില്ലാത്തതിന്റെ ടെൻഷൻ ഒരു ഭാഗത്ത്, ഹോംവർക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ ടെൻഷൻ മറുഭാഗത്ത്. എനിക്ക് വയ്യേ. ഓ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ. എന്താണിത്? കൊള്ളാമല്ലോ, നല്ല ഘനം. ആവൂ, സമാധാനമായി തോന്നണേ. ഒരു കാര്യത്തിന് പരിഹാരമായി. എന്താ? ഇത് കണ്ടോ, ബാഗ്. ഇത് തുറന്നു നോക്കിയാലേ ചിലപ്പോ പണമായിരിക്കും. എങ്കിൽ നമ്മുടെ കാര്യം കുശാൽ. കപിൽ, ഒന്ന് തുറന്നു നോക്കിക്കേ. ശരി ശരി, ഒന്ന് നോക്കുന്നേ. വരുന്ന പണം. പണമാണോ? അതെ, പണം. നോട്ട് കെട്ടുകൾ. ഞാൻ ഇന്ന് തിന്നു മരിക്കും തീർച്ചയായും. കപിൽ, അത് ആരുടെയോ വീണു പോയതാ. ഓ, ആരുടെ വീണു പോയാലെന്താ? നമുക്ക് പണം കിട്ടിയില്ലേ, അത് മതി. അന്യന്റെ പണം ആഗ്രഹിക്കുന്നത് തെറ്റാ. ഓ, പിന്നെ ഇത് അന്യന്റെ പണമല്ല. ഇപ്പൊ ഇത് ഇതേ
ഇത് ആരുടേതാന്ന് എനിക്ക് മനസ്സിലായി. ആഹാ. അതേ കപിലെ, ഇതാ പാവം പപ്പിച്ചേട്ടന്റെയാ. കടയിലേക്ക് സാധനം എടുക്കാനുള്ള പണവും സാധനം വാങ്ങാനുള്ള കുറിപ്പുവാ. ദേ, 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 മോട്ടു, നീ വലിയ ആളെന്നാക്കണ്ട. പണം നമുക്ക് വീതിക്കാം. 50-50. എനിക്ക് വേണ്ട കപിലെ. എങ്കി വേണ്ട, ഞാൻ എടുത്തോളാം. കപിലെ, ദേ ഞാൻ ഒരിക്കൽ കൂടി പറയാ, ഇത് നമുക്ക് ഉടമസ്ഥനെ ഏൽപ്പിക്കാം. ഓ, ഒരു ഉടമസ്ഥൻ. ഇതിന്റെ ഉടമസ്ഥനെ ഇപ്പൊ ഞാനാ, മനസ്സിലായോ? ശ്ശോ, കപിലെ ഞാൻ പറയുന്നത് കേൾക്ക്. ദേ, മോട്ട് പോയി പണി നോക്ക്. ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ആ. ഓ, എങ്കിൽ പിന്നെ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ, അതാണ് നല്ലത്. അയ്യോ, എന്റെ ബാഗ്. അയ്യോ, എന്റെ ബാഗ്. അയ്യോ, എന്റെ ബാഗ്. ആ, അവിടെ നിക്ക്, അവിടെ നിക്ക്. മോട്ടു, വേണ്ട, വേണ്ട. പണം മര്യാദയ്ക്ക് തിരിച്ചു തരുന്നതാ നല്ലത്. മോട്ടു, പറയുന്നത് കേൾക്ക്. പണം തിരിച്ചു തരാൻ, എന്റെ പണം തിരിച്ചു തരാനാ പറഞ്ഞത്. മോട്ടു, അവിടെ നിക്ക്. ഇതേ യഥാർത്ഥ ഉടമയ്ക്ക് ഞാൻ കൊടുക്കും. ഓ, നിക്കാനല്ലേ പറഞ്ഞത്. ഓ, ദേ, ഞാൻ വീഴാൻ കണ്ടൊരു നേരം. മോട്ടു, മര്യാദയ്ക്ക് പണം തരാൻ. ഓ, അയ്യോ, ശ്ശേ, കയ്യിൽ വന്ന പണം. ശ്ശേ. മോട്ടു, ഇനി നീ എന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അല്ല പിന്നെ. എന്നാലും പപ്പിക്കുട്ടാ, ഒന്നുകൂടി ഓർത്ത് നോക്ക്, പണം എവിടെയാ പോയെന്ന്. ഓ പീലി, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഓ, രൂപ ഒന്നും രണ്ടുമല്ല. ഈശ്വര, ഇനി എന്ത് ചെയ്യുമോ ആവോ. സമാധാനിക്ക്, ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അതെ പീലി, ഞാൻ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുകയാ. ദൈവം നമ്മുടെ വിളി കേൾക്കാതിരിക്കില്ല. ശരിയാ പീലി. പീലിയുണ്ടോ വമ്പൻ ഇവിടെ? സാറോ? എന്താ പപ്പിക്കുട്ട, ഇരിക്കൂ. എന്തോ ഒരു വൈക്ലഭ്യം. സാറേ, എന്റെ കുറച്ച് പണം നഷ്ടപ്പെട്ടു. അതെ സാറേ, ഇന്ന് രാവിലെ ചന്തയിലേക്ക് പോകുന്ന വഴിക്ക് എവിടെയോ ആണ് പണം നഷ്ടപ്പെട്ടത്. പപ്പിക്കുട്ട, വിഷമിക്കാതെ. എന്ന് പറഞ്ഞാൽ എങ്ങനാ സാറേ? വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണമാ. അതാ പറഞ്ഞത്, വിഷമിക്കേണ്ടെന്ന്. പണം മോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ, മോട്ടു കൊടുത്തോളൂ. ദാ, ഈശ്വര, എന്റെ ബാഗ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ എന്റെ പണം എല്ലാം തിരിച്ചു കിട്ടി. ദൈവമേ, എന്റെ ഭാഗ്യം. ഈശ്വര, നന്ദി. പപ്പിക്കുട്ടന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? അതെ അതെ അതെ, വളരെ നന്ദിയുണ്ട് സാറേ, വളരെ നന്ദിയുണ്ട്. നന്ദി പറയേണ്ടത് എന്നോടല്ല പിന്നെ പപ്പിക്കുട്ട, ദേ ഈ മോട്ടുവിനോടാ. എന്താ സാർ ഈ പറയുന്നത്? അതേ പപ്പിക്കുട്ട, ഈ ബാഗ് കിട്ടിയത് മോട്ടുവിനാ. മോട്ടുവാണ് എന്റെ അടുത്തേക്ക് ഇത് കൊണ്ടുവന്നത്. നേരാണോ? അതെ, ഈ ബാഗിൽ നിന്നും പപ്പിക്കുട്ടന്റെ അഡ്രസ് കിട്ടി. അതനുസരിച്ച് ആ ബാഗ് പപ്പിക്കുട്ടന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ഓ, ദൈവത്തിന് സ്തുതി. അതെ അതെ, അത് ശരിയാ. എന്റെ ചേട്ടാ, ഇത്രയും വലിയ തുകയൊക്കെ സൂക്ഷിക്കണ്ടേ? അത് പിന്നെ മോട്ടു, അല്ല എവിടുന്നാ ഈ ബാഗ് കിട്ടിയത്? സ്കൂളിലേക്ക് പോകുന്ന വഴി പൂന്തേനരുവിയില്ലേ, ആ. ആ അതിന്റെ അടുത്തുള്ള മരച്ചോട്ടിൽ നിന്നാ കിട്ടിയത്. ഓ, ഞാൻ നടന്നു തളർന്നപ്പോ അല്പം അവിടെ ഇരുന്നു. അപ്പൊ അവിടെ വീണ് പോയതായിരിക്കും. ആ, പപ്പിക്കുട്ട, മോട്ടുവിന് കിട്ടിയത് കൊണ്ട് തിരിച്ചു കിട്ടി. മറ്റാർക്കെങ്കിലുമാണ് കിട്ടിയിരുന്നതെങ്കിൽ ചിലപ്പോ തരണമെന്നില്ല. അത് ശരിയാ സാറ് പറഞ്ഞത്. വളരെ നന്ദിയുണ്ട് മോട്ടു. ഈ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കത്തില്ല. മോട്ടുവിനെ പോലെ സത്യസന്ധരായ കുട്ടികളെയാണ് ഇന്നെന്റെ ആവശ്യം. അതെ, മോട്ടുവിനെ പോലെയുള്ള കുട്ടികൾ മറ്റു കുട്ടികൾക്ക് ഒരു മാതൃകയാണ്. ഉം. ഇങ്ങനെയുള്ള കുട്ടികളെ സമൂഹത്തിന്റെ പുതിയ യുഗത്തിന്റെ വരദാനമായി കാണണം. ശരിയാ സാറേ, ഇങ്ങനെയുള്ള കുട്ടികളെ പൊതുവേദികളിൽ അനുമോദിക്കണം. ഈ ഒരു അനുമോദന ചടങ്ങിനുള്ള പണം ഞാൻ തരാം സാറേ. ആ, അത് നല്ല കാര്യമാ പപ്പിക്കുട്ട. ഞാൻ അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ നോക്കാം. മോട്ടു, നിന്റെ സത്യസന്ധത അപാരം തന്നെ. അതിന് 100 മാർക്ക് എന്റെ വക. അതേ പീലി, സത്യസന്ധത സമൂഹത്തിൽ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യും. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാ ഒരുവന് സമൂഹത്തിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുക. അതെ സാറേ, സാറ് പറഞ്ഞത് 100% ശരിയാ. അപ്പൊ പപ്പിക്കുട്ട, ആ? നമുക്ക് പിന്നെ കാണാം. ഓ, ഓ, ഓ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നമ്മൾ എന്തോ പറഞ്ഞു നിർത്തിയിരുന്നു. സാറേ, മോട്ടുവിനെ അനുമോദിക്കുന്ന കാര്യം മറക്കരുതേ. ഇല്ല പപ്പിക്കുട്ട, തീർച്ചയായും അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ഇപ്പൊ തന്നെ ചെയ്യും. ഇത് നല്ല കാര്യാ. വരും മോട്ടു. അപ്പൊ മോട്ടു കാണണം. എന്നാലും ആ മോട്ടുവിന്റെ സത്യസന്ധത മറ്റുള്ളവർക്കൊരു പാഠമാണ്. അതെ അതെ. നമ്മുടെ മോട്ടുവിനെ സാറിനെയും കാണുന്നില്ലല്ലോ. ഇപ്പൊ വരുമായിരിക്കും. എന്നാലും മോട്ടുവിന്റെ ഒരു ഭാഗ്യ മന്ത്രിയുടെ കയ്യിൽ നിന്ന ഷീൽഡ് വാങ്ങുന്നത്. അതെ, സത്യസന്ധതയ്ക്കുള്ള പ്രതിഫലേ.
നമസ്കാരം നമസ്കാരം. സാറേ. നമസ്കാരം നമസ്കാരം. എല്ലാവരും ഇരിക്കൂ. താങ്ക് യു സാറേ. കൂട്ടുകാരെ, ഈ മോട്ടു നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. സാറ് പറഞ്ഞത് ശരിയാണ് കേട്ടോ. ശരിയാണ്. കളഞ്ഞു കിട്ടിയ മുതൽ യഥാർത്ഥ ഉടമയ്ക്ക് തിരിച്ചു നൽകുക വഴി സത്യസന്ധതയുടെ പാതയിലൂടെയാണ് മോട്ടു സഞ്ചരിച്ചത്. നമ്മൾ ഓരോരുത്തരും മോട്ടുവിനെ പോലെ സത്യസന്ധരും കരുണയുള്ളവരുമായിരിക്കണം. തീർച്ചയായും സാർ. തീർച്ചയായും സാർ. മോട്ടു എന്നോട് ക്ഷമിക്കും മോട്ടു. സാരമില്ല കപിലേ. മക്കളെ, സത്യം അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. സത്യസന്ധത, കരുണ, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുകൊള്ളാനുള്ള മനസ്സ്, ഇത്രയും മതി നമ്മളെ മറ്റുള്ളവർ ബഹുമാനിക്കാനും ആദരിക്കുവാനും. ഈ സന്തോഷം നമുക്കല്പം മധുരം കഴിച്ച് പങ്കിടാം. ഈ സന്തോഷത്തിൽ ലഡു നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും മധുരമുള്ളതാക്കട്ടെ. ആ കപിൽ, ഈ ലഡു എല്ലാവർക്കും വിതരണം ചെയ്യൂ. ഇതാ. ശരി സാർ. താങ്ക് യു. നല്ല കഥകൾ നമ്മിലെ നന്മ വളർത്തുമെന്നതിന് ഈ കഥ ഉദാഹരണമല്ലേ? ഇതുപോലെ തന്നെയാ നല്ല ചിത്രങ്ങൾ, അതും ബൈബിൾ ചിത്രങ്ങൾ. വർണ്ണപ്പകിട്ടിന്റെ വിശുദ്ധിയുമായി, നിറങ്ങളുടെ നന്മയുമായി ചിത്രശാല. പ്രിയ കൊച്ചു കൂട്ടുകാർക്ക് ചിത്രശാലയിലേക്ക് സ്വാഗതം. മരുഭൂമിയിൽ വിശന്നു വലഞ്ഞ ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്ന നൽകുന്നൊരു ഭാഗമാണ് ഇന്നിവിടെ വരയ്ക്കുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 16 അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ സമൂഹം ഏലീമിൽ നിന്ന് പുറപ്പെട്ട് ഏലീമിനും സീനായ്ക്കുമിടയിലുള്ള സീൻ മരുഭൂമിയിലെത്തി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം മാസം 15-ാം ദിവസമായിരുന്നു അത്. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹറോനും എതിരായി പിറുപിറുത്തു. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എൻ്റെ നിയമമനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും. 6-ാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്തുകൊണ്ടുവന്ന് ഒരുക്കി വയ്ക്കുമ്പോൾ അത് ദിനംപ്രതി ശേഖരിക്കുന്നതിൻ്റെ ഇരട്ടിയുണ്ടായിരിക്കും. മോശയും അഹറോനും എല്ലാ ഇസ്രായേൽക്കാരോടുമായി പറഞ്ഞു, കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് സന്ധ്യയാകുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കും. പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ മഹത്വം ദർശിക്കും. കാരണം തനിക്കെതിരായ നിങ്ങളുടെ പിറുപിറുപ്പുകൾ കർത്താവ് കേട്ടിരിക്കുന്നു. ഞങ്ങൾക്കെതിരായി നിങ്ങൾ ആവലാതിപ്പെടാൻ ഞങ്ങൾ ആരാണ്? മോശ പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോളം അപ്പവും കർത്താവ് തരും. എന്തെന്നാൽ
അവിടുത്തേക്കെതിരായുള്ള നിങ്ങളുടെ ആവലാതികൾ അവിടുന്ന് കേട്ടിരിക്കുന്നു. ഞങ്ങൾ ആരാണ്? നിങ്ങളുടെ ആവലാതികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല, കർത്താവിനെതിരായിട്ടാണ്. അനന്തരം മോശ അഹരോനോട് പറഞ്ഞു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്കടുത്തു വരുവിൻ. എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ ആവലാതികൾ കേട്ടിരിക്കുന്നു. അഹരോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായംകാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി. രാവിലെ പാളയത്തിനു ചുറ്റും മഞ്ഞു വീണു കിടന്നിരുന്നു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞു പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്, ഓരോരുത്തനും തൻ്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണമനുസരിച്ച് ആളൊന്നിന് 1 ഓമർ വീതം ശേഖരിക്കട്ടെ. ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു. ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു. പിന്നീട് ഓമർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തനും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രമുണ്ടായിരുന്നു. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവെച്ചു. അത് പുഴുത്ത് മോശമായി. മോശ അവരോട് കോപിച്ചു. പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചുകൊണ്ടിരുന്നു. ബാക്കിയുള്ളത് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഉരുകിപ്പോയിരുന്നു. തൻ്റെ ജനത്തിൻ്റെ ആവശ്യമറിഞ്ഞ് അവർക്ക് ആവശ്യമുള്ളത് വേണ്ടുവോളം നൽകുന്ന കർത്താവിനെയാണ് ഈ ചിത്രത്തിലൂടെ നമ്മൾ കാണുന്നത്. ദേവസി സാറിന്റെ വിരൽപ്പാടുകളിലൂടെ നമ്മിൽ പതിയുന്നത് ദൈവവചനമാണ്. ജീവന്റെ വചനം നിറപ്പകിട്ടോടെ അവതരിപ്പിക്കുന്ന ദേവസി സാറിന് അഭിനന്ദനങ്ങൾ. നിങ്ങൾക്കുമാകാം രചനകളും അഭിനന്ദനങ്ങളും. എല്ലാം ജീസസ് കിഡ്സിലേക്ക് എഴുതൂ. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വീണ്ടും ഒരു എപ്പിസോഡുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ബൈ.